ഹേ ഗായ്സ്, അപ്പോൾ സ്കൂൾ തുറന്നിട്ടുള്ള ഫസ്റ്റ് വീക്കെൻഡ് അല്ലേ? ഇപ്പോഴേ ഓർഗനൈസ്ഡ് ആയിട്ട് എല്ലാം പഠിച്ചു പോയി കഴിഞ്ഞാൽ ആ ലാസ്റ്റ് മിനിറ്റ് റഷ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ടോപ്പ് 7 പോയിന്റ്സ് ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിൽ 6th and 7th പോയിന്റ് ആണ് എൻ്റെ ഫേവറേറ്റ്. സോ വീഡിയോ ഫുള്ളായി കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ എ പ്രോപ്പർ റുട്ടീൻ. അതായത് എപ്പോഴും നമ്മളൊരു പ്രോപ്പർ റുട്ടീൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ അത് യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈവൻ നമുക്ക് പഠിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ജോബിലാണെങ്കിലും ഒരു പ്രോപ്പർ റുട്ടീൻ ഫോളോ ചെയ്ത് നമ്മൾ വെൽ ഓർഗനൈസ്ഡ് ആണെങ്കിൽ നമ്മൾ കുറച്ചുകൂടിയും പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് 2 ടൈം ടേബിളിൻ്റെ ആവശ്യമുണ്ട്. മൺഡേ ടു ഫ്രൈഡേ നമുക്കൊരു ടൈം ടേബിൾ ഫോളോ ചെയ്യണം, അതുപോലെ തന്നെ സാറ്റർഡേ സൺഡേ നമുക്കൊരു ടൈം ടേബിൾ ഫോളോ ചെയ്യണം. ഞാനിപ്പോൾ ഇതിൽ ടൈം ടേബിൾ കാണിക്കുന്നില്ല, കാരണം ഓരോരുത്തർക്കും ഓരോരോ സാഹചര്യങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് ഒരു ടൈം ടേബിൾ റൂട്ടീൻ ഉണ്ടാക്കിയിട്ട് അത് ഫോളോ ചെയ്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക. അതല്ല ഇപ്പോൾ നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ട് ടൈം ടേബിൾ ചെയ്യാനാണ്, അങ്ങനെയെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. ഇനി നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ഷോർട്ട് ടേം ഗോൾസ്. അതായത് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഇന്ന് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു പാരഗ്രാഫ് പോലും നമ്മൾ പഠിക്കാൻ പോകുന്നില്ല. കാരണം നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു തിടുക്കമായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ പേജ് മറച്ചുകൊണ്ടിരിക്കും കഴിഞ്ഞോ നോക്കിയിട്ട്. അതിന് പകരം നമ്മളിപ്പോൾ പഠിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ ഇന്ന് ഈ ഒരു പാരഗ്രാഫ് പഠിക്കാമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും അത് കംപ്ലീറ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളൊരു ടെൻഡൻസി വരും. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തൊരു പാരഗ്രാഫ് പഠിക്കും. അങ്ങനെ നമ്മൾ ഷോർട്ട് ടേം ഗോൾസിലൂടെ നമ്മുടെ ലോങ് ടേം ആയിട്ടുള്ള ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു ഡ്രീം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും കേട്ടോ. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് റിവാർഡ് യുവർ സെൽഫ്. അതായത് നമ്മളിപ്പോൾ ഓരോ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോ ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ സെൽഫ് റിവാർഡ് ചെയ്യുന്നത് നമ്മുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കും, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് 10ൽ ഇത്ര സ്കോർ കൊടുക്കും. അങ്ങനെയൊക്കെ നമ്മൾ സെൽഫ് റിവാർഡ് ചെയ്യണ സമയത്ത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. മാത്രമല്ല നമുക്ക് സെൽഫ് റിയലൈസേഷനും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അത്. നമ്മുടെ ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ബി പ്രിപ്പയർ ഫോർ ടുമോറോ. നമ്മളെല്ലാവരും ടീച്ചർ പറയുമ്പോൾ ആവും ചിലപ്പോൾ നാളത്തെ എന്താ ചാപ്റ്റർ എടുക്കാൻ പോകണേ, അല്ലെങ്കിൽ നാളെ എന്ത് ടോപ്പിക്കാണ് എടുക്കാൻ പോകണേ എന്നൊക്കെ നോക്കാൻ പോകുന്നത്. പക്ഷെ അതിന് പകരം തലേ ദിവസം തന്നെ ടീച്ചർ നാളെ എന്താ എടുക്കാൻ പോകണേ എന്നുള്ള ആ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾക്കൊന്ന് ഗോ ത്രൂ ചെയ്ത് നോക്കാം. അതിലെന്തൊക്കെയാണ് പറഞ്ഞിരിക്കണേ, അതിലെന്തെങ്കിലും ഫോർമുലാസ് ഒക്കെ ഉണ്ടോ, ആ ഫോർമുലാസ് ഒക്കെ എന്തിനാണ്, അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. അപ്പം നമ്മൾക്ക് പിറ്റേ ദിവസം ടീച്ചർ പറയുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അത് മാത്രമല്ല നമുക്ക് ക്ലാസ് കൂടുതൽ കേട്ടിരിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റും കൂടെ ഉണ്ടാവും. ഫിഫ്ത്ത് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് എ ഗോൾ ഓൾവേസ്. അതായത് എന്തിനോ വേണ്ടി തിളയ്ക്കണ സാമ്പാറിനെ പോലെ ഇരിക്കാണ്ട് നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെക്കുക. ഒരു ഗോൾ പോസ്റ്റിലേക്ക് ഗോൾ അടിക്കുമ്പോഴാണല്ലോ നമ്മൾ വിക്ടറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ആ ഒരു ഗോൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു തോട്ട് ഉണ്ടാവും. അപ്പോൾ അതിലൂടെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ 6th പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോണ്ട് കോംപ്രമൈസ് ആൻഡ് ഡോണ്ട് കമ്പയർ. ഇതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ട് തോന്നിയിട്ടോ. കാരണം നമ്മൾ ഒരിക്കലും നമ്മുടെ ടൈമും അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യരുത്. നമ്മൾ പഠിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഫ്രണ്ട്സ് വന്നിട്ട് വാടാ കളിക്കാൻ പോവുക, അല്ലെങ്കിൽ വാടി നമുക്കിത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടുകാരാണെങ്കിലും അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെ കല്യാണം ഉണ്ട്, അല്ലെങ്കിൽ ചേച്ചിയുടെ കല്യാണം ഉണ്ട്, അങ്ങോട്ട് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുക. നമ്മളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്, നമ്മുടെ എല്ലാം പഠിച്ചു കഴിഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇതിലൊന്നും പോണതിന് ഒരു തെറ്റുമില്ല. പക്ഷെ നമ്മുടെ ഒന്നും കഴിഞ്ഞിട്ടില്ല, നമുക്ക് കുറേ പഠിക്കാനുണ്ട്, കുറേ അസൈൻമെൻറ്റ് ചെയ്യാനാണ്, അങ്ങനെയൊക്കെയുള്ള ടൈമിലാണ് ഇവർ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരുടെ അടുത്തും നോ എന്ന് പറയാം. അപ്പം വേണമെങ്കിൽ ഫ്രണ്ട്സൊക്കെ പറയാൻ സാധ്യതയുണ്ട്, വലിയ പഠിപ്പി വന്നിരിക്കുന്നു ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് വരാൻ സാധ്യതയുണ്ട്. അവരുടെ അടുത്ത് ഒന്നും പറയാനും പോകണ്ട, ഒന്നും ചെയ്യാനും പോകണ്ട. നമ്മൾ നമ്മുടെ കാര്യം നോക്കുക, നമ്മൾ പഠിക്കുക, നമ്മൾ നമ്മുടെ സക്സസ്സിനെ ഫോളോ ചെയ്യുക. ഇനി നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മാനിഫെസ്റ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ് കേട്ടോ അത്. കാരണം നമ്മൾ ഒരിക്കലും ഒരു നെഗറ്റിവിറ്റി കൊണ്ട് നമുക്കൊരു പോസിറ്റീവ് കാര്യം അപ്രോച്ച് ചെയ്യാൻ എന്തായാലും പറ്റില്ല. ഇപ്പം നമ്മൾ സക്സസ് ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എപ്പോഴും നമുക്ക് നെഗറ്റീവ് മൈൻഡ് ആണെങ്കിൽ ഒരിക്കലും ആ ഒരു ഗോൾ നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകുന്നില്ല, സക്സസ്സും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. സോ എപ്പോഴും നമ്മൾ പോസിറ്റീവായി തിങ്ക് ചെയ്യുക, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുക. നമുക്ക് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, നമുക്ക് എന്താണോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത്, അതെല്ലാം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക. സോ ട്രസ്റ്റ് മീ ഗൈസ്, ഇറ്റ് വിൽ വർക്ക്. കാരണം എനിക്ക് അനുഭവമുള്ളതാണ്. മാനിഫെസ്റ്റേഷനിലൂടെ നമുക്ക് എന്തായാലും നമ്മുടെ ഏത് കാര്യവും നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് സത്യമുള്ള ആഗ്രഹമായിരിക്കണം, അതിൽ നമ്മൾ വിശ്വസിക്കണം, അതിനുവേണ്ടി ഹാർഡ് വർക്കും ചെയ്യണം. എന്നാൽ അത് നമുക്ക് എന്തായാലും നടത്തിയെടുക്കാൻ പറ്റും കേട്ടോ.
സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി എന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാത്രമല്ല ഇൻ ഫ്യൂച്ചർ കൂടുതൽ ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിലോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ എന്നോട് ചോദിക്കാവുന്നതാണ്. സോ എല്ലാവർക്കും ഹാപ്പി ലേണിംഗ് ആൻഡ് ഹാപ്പി വീക്കെൻഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.